നമസ്കാരം. ഓം സുബ്രഹ്മണ്യായ നമഃ. ഞാൻ പത്തനംതിട്ട ജില്ലയിലെ റാന്നി പെരുന്നാട് വയറൻമരുതി എന്ന സ്ഥലത്ത് ശ്രീ മുരുക സ്വാമി ക്ഷേത്രത്തിലാണ് നിൽക്കുന്നത്. അപ്പോൾ നമ്മൾ കഴിഞ്ഞത് ഒരു വീഡിയോയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ ക്ഷേത്രത്തെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അതോടൊപ്പം നമുക്ക് ഈ വീഡിയോയിൽ നമുക്ക് ഇവിടുത്തെ ഭക്തജനങ്ങളോട് തന്നെ ഇവിടുത്തെ കാര്യങ്ങളും അനുഭവങ്ങളും പ്രശ്നവിധികളും ഒക്കെ നമുക്ക് ചോദിച്ചറിയാം. പിന്നെ ഞാൻ അന്ന് പോലെ എന്ന് പറയാം, എനിക്കിപ്പോൾ ഇവിടെ വരാൻ പറ്റാത്ത ഒരു സാഹചര്യം ഉണ്ടെന്ന് കൊട്ടിക്കോ സാമ്പത്തികമായിട്ട്. പെട്ടെന്നൊരു ആവശ്യം വന്നു കഴിഞ്ഞാൽ ഞാൻ വീട്ടിലിരുന്ന് തന്നെ വിളിച്ചാൽ ഭഗവാൻ പെട്ടെന്ന് എൻ്റെ പ്രാർത്ഥനകൾക്ക് എൻ്റെ ആവശ്യങ്ങൾ ഞങ്ങളുടെ വരാതെ തന്നെ. പിന്നെ ഞാൻ ഇവിടെ വന്നിട്ട് അതിൻ്റെ വഴിപാടുകളും കാര്യങ്ങളും ചെയ്യാറുമുണ്ട്. പിന്നെ എനിക്ക് പ്രധാനമായിട്ട് ഇത്ര അനുഭവം ഉള്ളത് കൊണ്ട് എനിക്ക് പ്രധാനമായിട്ട് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തന്നെ ഞാൻ ഭഗവാന്റെ അനുഭവത്തോടു കൂടിയാണ് ചെയ്യാറുള്ളത്. പിന്നെ ഈ ക്ഷേത്രങ്ങളിൽ കൂടുതലും എൻ്റെ അനുഭവവും ഞാനിവിടെ കണ്ട അനുഭവം എന്ന് പറഞ്ഞാൽ കുഞ്ഞുങ്ങളില്ലാത്ത ആൾക്കാർക്ക്, ദമ്പതികൾക്ക് ഭഗവാന്റെ കൊണ്ട് പല ആൾക്കാർക്കും ഇവിടെ സന്തതിയുടെ ഒരു അനുഗ്രഹം ആ ഭഗവാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുള്ളതായിട്ട് എനിക്കറിയാം. എനിക്ക് അനുഭവമുണ്ട്. അത് മറ്റേ ആൾക്കാരും ഇവിടെ വരുന്ന ഭക്തജനങ്ങൾ കൂടുതലും ദൂരദേശത്തു നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ ഏറ്റവും കൂടുതൽ വരാറുള്ളത്. ഉത്സവത്തിലാണെങ്കിൽ പോലും ദേശക്കാരേക്കാൾ കൂടുതലും ദൂരെയുള്ള ആൾക്കാരാണ് വന്ന് ബന്ധപ്പെടാറുള്ളത്. അതാണ് എൻ്റെ ഞാൻ കണ്ടിട്ടുള്ള ഒരു അനുഭവം എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വന്ന നമ്മുടെ ഭക്തരാണ്. നമുക്ക് അത് കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം. അനുഭവം എന്ന് വെച്ചാൽ ഇതുപോലെ ഞാൻ ഭയങ്കര സങ്കടത്തോടുകൂടി റാന്നിലൊരു അമ്പലത്തിൽ പോയപ്പോൾ അവിടെ വെച്ചൊരു ഞങ്ങൾ രണ്ടും കൂടെ ഉണ്ടാക്കിയിട്ട് വന്ന് ഞാൻ അമ്മയോട് പറയും, ദേവി എനിക്കൊരു സമാധാനം. അങ്ങനെ വന്ന് ഞാൻ വെയിറ്റിംഗ് ഷെഡിൽ ഇരിക്കുമ്പം ഒരു ചേച്ചിയെ കണ്ടു. ചേച്ചിയെ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞു എന്തോ കാര്യം. അപ്പോൾ ചേച്ചിയുടെ കാര്യങ്ങളൊക്കെ എന്നോട് പറഞ്ഞു, ഇവിടെ വരുന്ന കാര്യങ്ങളും ഒക്കെ വർഷങ്ങൾ കൊണ്ട് ചേച്ചി വരുന്ന ചേച്ചിക്ക് പല അനുഭവങ്ങൾ ഭഗവാനിലുണ്ട്. അപ്പോൾ എന്നോട് പറഞ്ഞു അവിടെ ഒന്ന് പോകാൻ പറഞ്ഞു. അന്ന് ഞാൻ ഇവിടെ വന്നപ്പോൾ ഇവിടെ നടയടച്ചു. ഞാൻ സ്വാമിയെ കണ്ടിട്ടു വരാൻ പറഞ്ഞു. പിന്നെ ഞാൻ ഇവിടെ വന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞപ്പോൾ എനിക്ക് വീടിന് സമാധാനമുണ്ട്. എല്ലാം വരാതിരുന്നാൽ എനിക്ക് സമാധാനമില്ല. എനിക്ക് ഭഗവാനെ കയറാനാ എനിക്ക് വരികയും ചെയ്യും. എനിക്കിന്ന് വരെയും ഒരു മാസം 2 പ്രാവശ്യം വരണമെന്ന് ആഗ്രഹം. അത് ഭഗവാൻ സാധിക്കുകയാണ്. ഭഗവാൻ സാധിച്ചു തരും. നല്ല വിശ്വാസം. എനിക്ക് ഭഗവാനെ കണ്ടാൽ പിന്നെ എനിക്ക് മനസ്സമാധാനവും ഉണ്ട്. എൻ്റെ ഭഗവാനിൽ പല അനുഭവങ്ങളും ഞങ്ങൾക്ക് സമാധാനം. ഞാൻ പല കാര്യം എൻ്റെ ഭഗവാനോട് പറഞ്ഞിട്ടുണ്ട്. നടക്കും, ഞാൻ വരും. എനിക്ക് നടക്കാൻ കഴിയുമേ ഞാൻ ഭഗവാന്റെ അടുത്ത് വരും. അപ്പോൾ നമ്മുടെ വയറൻമരുതി ക്ഷേത്രത്തിലേക്ക് വന്ന നമ്മുടെ ഒരു ഭക്തയോട് നമുക്ക് കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാം. ചേച്ചി എന്താ പേരെന്താണ്? എൻ്റെ പേര് ശാന്തി. എവിടുന്ന് വരുന്നു? ഞാൻ അത്തിക്കയത്താണ് എൻ്റെ വീട്. അതെ. ഇപ്പം ഞാൻ എന്നെ കെട്ടിച്ചത് കുളത്തൂർ മൊഴി. അപ്പം അത്തിക്കയത്ത് ഉള്ളപ്പോൾ തന്നെ ഞാനിവിടെ വന്നുകൊണ്ടിരുന്നതാണ്. എത്ര വർഷമായി? ഞാൻ 37 വർഷമായി. സ്വാമിക്ക് ചിങ്ങത്തിലാണ് കിട്ടുന്നത്. അത് കഴിഞ്ഞ് ആ ചിങ്ങമാസത്തിൽ തന്നെ ഞാനിവിടെ വന്നു. അപ്പൊ എന്തൊക്കെയാണ് ഇവിടെ വന്നതിന് ശേഷം ഭഗവാനെ കണ്ടു എനിക്ക് ഒരുപാട് അനുഭവങ്ങളുണ്ട്. എന്റെ എല്ലാ കാര്യങ്ങളും ഇപ്പൊ പറയാൻ പറ്റത്തില്ല നമുക്ക്. എന്നാലും പിന്നെ എന്ത് ഒരു കാര്യം സാധിക്കണമെങ്കിലും ഞാൻ ഇവിടെ വന്ന് ഭഗവാനോട് ചോദിക്കാതൊന്നും ചെയ്തിട്ടില്ല. പറഞ്ഞോളൂ, അത് നമ്മുടെ അനുഭവമാണ്. അപ്പൊ നമുക്ക് ഇത്ര വർഷമായിട്ട് ചേച്ചിയുടെ ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ, അപ്പോൾ അതൊക്കെ നമുക്ക് എല്ലാ ഭക്തരിലേക്കും നമുക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കുക. എന്ത് കാര്യങ്ങളും നമ്മൾ ഭഗവാനോട് ചോദിച്ചാൽ നമുക്ക് ഇപ്പൊ എല്ലാ കാര്യങ്ങളും സാധിച്ചു വരത്തില്ലെങ്കിലും നമ്മൾക്ക് പൂർണ്ണമായിട്ടും കാര്യങ്ങളൊക്കെ നടത്തി തരുന്നുണ്ട്. പിന്നെ നമ്മുടെ അടുത്തുനിന്നാണെങ്കിൽ ഒരാളെ ഞാൻ കൊണ്ടുവന്നു, മക്കളില്ലാതെ 10-18 വർഷം അവർക്ക് കുട്ടികളില്ലായിരുന്നു. ഇവിടെ വന്നതിന് ശേഷം അവർക്കൊരു മോളുണ്ടായി. അതുപോലെ തന്നെ എനിക്കും അങ്ങനെ തന്നെ ഒരു അനുഭവം ഉണ്ടായി. കൊച്ചു മോന് ഉണ്ടായത് ഇവിടെ വന്ന അനുഗ്രഹത്തിന്റെ പേരിലാണ്. പിന്നെ മോനിപ്പം വീട്ടിലുണ്ട്. അതുപോലെ തന്നെ മോൻ ചാവാറായി കിടന്ന അസുഖം. അന്നേരം ഭഗവാന്റെ അനുഗ്രഹത്തില് അവനെ എനിക്ക് ജീവനോടെ കിട്ടി. അങ്ങനെ ഒരുപാട് അനുഭവങ്ങൾ വിശ്വാസമാണ്.
ഒത്തിരി അനുഭവങ്ങളെ ആണാണ്. ഉണ്ടായിട്ടുണ്ട്. പിന്നെ എല്ലാ വർഷവും പളനിക്ക് പോകുമ്പോഴും ഭഗവാന്റെ കൂടെ പോവാറുണ്ട്. എല്ലാ വർഷവും പോകുമായിരുന്നു. പിന്നെ ഇപ്പൊ കുറെ നാളായിട്ടേ ഉള്ളൂ പോകാത്തത്. അത് ശരി. അങ്ങനെയൊക്കെ ഒരുപാട് അനുഭവങ്ങള്. പിന്നെ ഞാൻ ഒരുപാട് ആൾക്കാരെ ഇവിടെ കൊണ്ടുവന്നിട്ടുമുണ്ട്. അവർക്കെല്ലാം നല്ല അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഒരു രോഗം വന്നാലും ഞാൻ ഇവിടെ വന്ന് വിളിച്ച് ചോദിക്കും. സ്വാമിയോട് ചോദിച്ചാണ് ചോദിക്കും, അറിയും. അപ്പൊ പറയും കുഴപ്പമില്ല, ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറയും. അങ്ങനെയൊക്കെ എനിക്ക് എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് നടത്തി തരുന്നുണ്ട്. കൂടെ ആരൊക്കെയാണ് വന്ന ചേച്ചിയുടെ കൂടെ? എന്റെ ഭർത്താവ് ഞാനുമായിരുന്നു ആദ്യം വന്നോണ്ടിരുന്നത്. അത് കഴിഞ്ഞ് ഭർത്താവ് മരിച്ചുപോയി. അത് കഴിഞ്ഞ് ഇപ്പം മരുമോളും മോനും ഉണ്ട്, മോളും ഉണ്ട്. എല്ലാ മക്കളും ഇവിടെ വന്നുകൊണ്ടിരിക്കുന്നതാണ്. അവർക്കും അതിൻ്റെതായിട്ടുള്ള അനുഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വന്ന നമ്മുടെ ഭക്തരാണ്, രണ്ടുപേരുണ്ട്. നമുക്ക് അപ്പൊ അവരോട് അനുഭവങ്ങളൊക്കെ ഒന്ന് ചോദിച്ചറിയാം. ചേച്ചി എന്താ പേരെന്താണ്? എന്റെ പേര് സുമതിക്കുട്ടി. എവിടുന്നാ വരുന്നത്? ഇടകടത്തിന്നാ വരുന്നത്. ഇടകടത്തി. അപ്പൊ എത്ര നാളായി ഈ ക്ഷേത്രത്തിലേക്ക്? ഞാനൊരു 28 വർഷമായി ഇവിടെ വരാൻ ശരി. അപ്പൊ എന്താണ് ഇവിടെ വന്നതിന് ശേഷമുള്ള ഈ അനുഭവങ്ങൾ? വന്നതിന് ശേഷം നമ്മുടെ ദുരിതങ്ങളും പ്രയാസങ്ങളും ഒക്കെ മാറ്റി ഇവിടെ വന്നേച്ചെന്ന് പോകുമ്പോൾ ഒരാശ്വാസം. രോഗമായിട്ടാണേലും വന്നാലൊരാശ്വാസം. നമുക്ക് പറയുന്ന കാര്യമെല്ലാം നല്ലതായിട്ട് നമുക്ക് അനുഗ്രഹം തരുന്നുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങളെ ആണേലും ഒക്കെ ഇത്രയും കഴിച്ചു കൂട്ടി. എൻ്റെ ഹസ്ബൻഡാണെങ്കിൽ ഒരു ബിസിനസ്സുകാരനായിരുന്നു. വലിയ വിശ്വാസമായിരുന്നു. വിളക്കിൻ്റെ ഒരിക്കലൊരു നാണയത്തൊട്ടിട്ടേ കട തുറക്കുള്ളായിരുന്നു. ആളിനെയും കര കയറ്റി. ഇപ്പൊ ആള് പോയി. എന്നാലും എല്ലാം അങ്ങനെയും ഭംഗിയായിട്ട് എന്നെ മാതൃക കാണിച്ചു തന്നത് ഹസ്ബൻഡാണ് ഇവിടെ കൊണ്ടുവന്ന്. അന്ന് മുതൽ ഞാൻ അനിയത്തിക്കൊച്ചും ഞങ്ങളെല്ലാവരും വരുവേ. ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് 1 മാസമോ അല്ല 2 മാസമോ അപ്പം ജോലിക്കാരായപ്പോൾ ഇവരൊക്കെ മാസം അങ്ങനെ വന്ന് ഞങ്ങളിവിടെ തൊഴാൻ വരുന്നുണ്ട്. എന്താ ചേച്ചിയുടെ പേരെന്താണ്? എന്റെ പേര് രാധാമണി. ഞാൻ കൊടുമരട്ടി, തിക്കതിനപ്പുറം കൊടുമരട്ടി എന്ന സ്ഥലത്തുനിന്ന്. അപ്പൊ എന്താണ് ഇവിടെ ക്ഷേത്രത്തിൽ വന്നതിന് ശേഷമുള്ള? എനിക്കിവിടെ വന്നപ്പോൾ ഒരു മയക്കം വന്നാണ് ഇവിടെ വന്നത്. ആദ്യം എന്നെ കൊണ്ടുവന്ന എന്റെ അമ്മായിച്ചന്. അവിടുന്ന് അന്ന് മുതലാണ് ഞങ്ങൾ ഇവിടെ വന്നത്. ആദ്യമായിട്ട് എന്റെ അമ്മായിച്ചൻ എന്നെ ഇവിടെ കൊണ്ടുവരുന്നത്. ഇപ്പൊ 30 വർഷം 32 വർഷത്തോളമായി. ആദ്യമേ വന്നത് ഞങ്ങളെ. അത് ഞങ്ങളുടെ അനുഭവത്തിൽ കൂടെ എന്റെ ആൾക്കാരെ മുഴുവൻ ഞങ്ങളെ ഇവിടേക്ക് വിളിച്ചു വരുത്തുകയും വരികയൊക്കെ ചെന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴും ഞങ്ങളുടെ ആൾക്കാരെ കൂടുതൽ ഇവിടെ ഉള്ളത് പല സ്ഥലത്തും നിന്ന്. അനുഗ്രഹങ്ങളൊക്കെ എനിക്ക് അനുഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്കൊരു മയക്കം ഉണ്ടായത് ഇവിടെ നിന്നാണ്. ആ മയക്കം തെളിഞ്ഞു. അത് പിന്നെ ഇതുവരെ ഉണ്ടായിട്ടില്ല ആ രോഗം. സ്വാമിയാണ് എന്നെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തി. പിന്നെ എനിക്ക് ശ്വാസം മുട്ടില്ല, ഭയങ്കരമായിട്ട് ശ്വാസം മുട്ടലും മലുമൊക്കെ ആയിരുന്നു. ആ രോഗം ഇവിടുന്നാ മാറ്റി തന്നത്. ഇപ്പം മരുന്നില്ല. ഒരു 4-5 വർഷമായിട്ട് മരുന്നൊന്നുമില്ല. പിന്നെ ഈ വിശ്വാസത്താൽ അവിടെ ഇരിക്കുമ്പോഴും മുരുകനെയും ഗുരുവിനെയാണ് എൻ്റെ കാണപ്പെട്ട ദൈവമായിട്ട് കാണുന്നത്. അവിടെ വെച്ചും പ്രാർത്ഥിക്കുന്നു. ഇവിടെ വന്നില്ലേലും അവിടെ അതുപോലെ പ്രാർത്ഥിക്കുന്നുണ്ട്. ഭഗവാൻ രക്ഷിക്കട്ടെ. രക്ഷിക്കും. ഭഗവാന്റെ അനുഗ്രഹം എനിക്ക്. ഞങ്ങൾ എന്നും സന്ധ്യാനാമം ചെല്ലുമ്പോൾ ഞങ്ങളെ സുബ്രഹ്മണ്യ സ്വാമിയുടെ ഭഗവാന്റെ ഇവിടുത്തെ കടാക്ഷം ഓർത്ത് പ്രാർത്ഥിക്കും എല്ലാ ദിവസവും. എന്റെ ആ പൊടിക്കുഞ്ഞ് ഇപ്പൊ വന്നിട്ടില്ലേ, അതുവരെയും മുരുകൻ്റെ സ്വാമിയെ കാത്തിരക്ഷിക്കണം, സ്വാമിയെ കാത്തിരക്ഷിക്കണം എന്ന് പറയുവേ. ഈ രാത്രിയിലൊക്കെ ഒരു കാർച്ച വന്നപ്പോൾ ഞാനൊരു നാണയം എടുത്തുകൊണ്ട് കയ്യൊക്കെ കെട്ടി പ്രാർത്ഥിച്ചു, കിടന്നുറങ്ങി. ആ നാണയം ഇപ്പൊ ഞാൻ ഇവിടെ കൊണ്ട് സമർപ്പിച്ചു. അങ്ങനൊക്കെ ഞങ്ങൾക്ക് വിശ്വാസങ്ങളാ ഭയങ്കരമായിട്ട്. ശരി.